ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യവും അതിനോട് അനുബന്ധിച്ച് പറയാവുന്ന മറ്റ് കാര്യങ്ങളുമാണ് ഇന്നത്തെ ഡെയിലി ഇംഗ്ലീഷ് വീഡിയോയിൽ. ചില അവസരങ്ങളിൽ നമുക്ക് ഫോൺ കോൾ വരും. അപ്പം നമ്മൾ പറയും ഞാനിപ്പോൾ നല്ല തിരക്കിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ എം ബിസി റൈറ്റ് നൗ. ഐ ആം ബിസി റൈറ്റ് നൗ. ഐ വിൽ കോൾ യു ബാക്ക്. ഇതാണ് നമ്മൾ ഐ എം ബിസി റൈറ്റ് നൗ, ഐ വിൽ കോൾ യു ബാക്ക്. ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഞാനിപ്പോൾ തിരക്കിലാണ്, ഞാൻ തിരിച്ച് വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. ഐ ആം എൻ്റെ ഷോർട്ടൻ ഫോമാണ് ഐ എം. അതുപോലെ ഐ വിൽ അല്ലെങ്കിൽ ഐ ഷൽ എന്നുള്ളതിൻ്റെ ഷോർട്ടൻ ഫോമാണ് ഐൽ. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുമല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ് ഇത്. അപ്പോൾ ഐ എം ബിസി റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളിച്ച ആൾ നമ്മുടെ സുഹൃത്താണെങ്കിൽ ചോദിക്കും, നിനക്ക് എന്താണ് ഇപ്പം ഇത്ര തിരക്ക്? വാട്ട് ആർ യു ബിസി വിത്ത്? അപ്പോൾ നമ്മുടെ മറുപടി ഇങ്ങനെയാകാം, ഐ എം ബിസി കുക്കിംഗ്. ഞാൻ തിരക്കിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്ന തിരക്കിലാണ്. ഐ എം ബിസി സ്റ്റഡിയിങ്. നാളെ പരീക്ഷയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിട്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന തിരക്കിലാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കൂടുതലായും ഉപയോഗിക്കാറുള്ളത്. വീട്ടുജോലികളിൽ സഹായിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ചിലരെ നിർത്താറുണ്ട്. ഷീ ഈസ് ബിസി ക്ലീനിങ് ദ റൂം. അവൾ മുറി വൃത്തിയാക്കുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ മുറി തിരക്കിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ളപ്പോൾ. അപ്പോൾ ഒരു യാത്ര പോകേണ്ടതുണ്ട്, അതിന് തൊട്ടു മുമ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തിരക്കിട്ട് ക്ലീൻ ചെയ്യുകയാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതുപോലെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും, അവൻ കളിക്കുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ അവൾ കളിക്കുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ കുഞ്ഞ് കളിക്കുന്ന തിരക്കിലാണ്. ദ ബേബി ഈസ് ബിസി പ്ലേയിങ്. ഇനി നമുക്കിതിൻ്റെ പാസ്റ്റ് ടെൻസ് കൂടെ ഒന്ന് നോക്കാം. ചിലപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും, ഇന്നലെ വിളിച്ചപ്പോൾ നീ എന്താണ് ഫോൺ എടുക്കാഞ്ഞേ? Why didn't you pick up the call when I called you yesterday? അപ്പോൾ നമ്മൾ പറയും I was busy. ഞാൻ തിരക്കിലായിരുന്നു. What were you busy with? എന്ത് തിരക്കിലായിരുന്നു? I was busy making Christmas cake. ക്രിസ്മസിൻ്റെ സീസണാണ്, വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ തിരക്കിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഐ എം ബിസി മേക്കിംഗ് ക്രിസ്മസ് കേക്ക് എന്നാണെങ്കിലോ, ഞാൻ തിരക്കിട്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യത്തേത് ഐ വാസ് ബിസി മേക്കിംഗ് ക്രിസ്മസ് കേക്ക്. രണ്ടാമത് പറഞ്ഞത് ഐ ആം ബിസി മേക്കിംഗ് ക്രിസ്മസ് കേക്ക്. ഐ വാസ് ബിസി ആൻഡ് ഐ എം ബിസി. ദ ചിൽഡ്രൻ വെർ ബിസി പ്ലേയിങ്. കുട്ടികൾ കളിക്കുന്ന തിരക്കിലായിരുന്നു. കുട്ടികൾ അങ്ങനെയാണ്, കളിക്കുമ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാറില്ല. പരിസരത്ത് എന്തെങ്കിലും നടന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അവർ പറയും, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കണ്ടില്ല. ബിക്കോസ് ദേ വെർ ബിസി പ്ലേയിങ്. കാരണം അവർ കളിക്കുന്ന തിരക്കിലായിരുന്നു. ഐ എം ബിസി പ്രിപ്പയറിംഗ് ഫോർ ദ PSC എക്സാം. ഞാൻ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ തിരക്കിട്ട് തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞു, ഐ എം ബിസി റൈറ്റ് നൗ, ഐ വിൽ കോൾ യു ബാക്ക്. ഐ വിൽ കോൾ യു ബാക്ക് എന്നുള്ളതിന് പകരം ഐ വിൽ റിങ് യു ബാക്ക് എന്നും പറയാവുന്നതാണ്. റൈറ്റ് നൗ ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ പറയാം. ചിലപ്പോൾ നമ്മൾ ചിലരോട് പറയാറുണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക. അതൊരു നിർദ്ദേശമാണ്. അതിന് ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസാണ് ഡു ഇറ്റ് റൈറ്റ് നൗ, അല്ലെങ്കിൽ ഡു ഇറ്റ് സ്ട്രെയിറ്റ് അവേ. ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികളോട് ഇപ്പോൾ തന്നെ പഠിക്കൂ എന്നാണ് പറയേണ്ടതെങ്കിൽ സ്റ്റഡി റൈറ്റ് നൗ, അല്ലെങ്കിൽ സ്റ്റഡി റൈറ്റ് അവേ.
ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1-to-1 കോച്ചിങ്ങും ഗ്രൂപ്പ് കോച്ചിങ്ങും ലഭ്യമാണ്. ആവശ്യമായവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ.